ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിംഗ് ആണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണിപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡാസ്ലറിൻ്റെ ആ ഒരു ഷെയ്ഡ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ പാക്കേജ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇത് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കുറേ സമയമെടുത്തു ലിപ്സ്റ്റിക് ഒന്ന് പുറത്തെടുക്കാൻ. പിന്നെ ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്. പക്ഷേ നമുക്ക് ഓൺലൈനിൽ ഇത് റേറ്റ് കുറവിന് കിട്ടും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. എനിക്ക് 160 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. എവിടെ നോക്കിയാലും DLC025 ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവേ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഇത് ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ കണ്ടതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഇടുമ്പോൾ എനിക്ക് അത്ര അങ്ങനെ ഡിസ്കംഫേർട്ടൊന്നും തോന്നിയില്ല. എനിക്കിത് ഇഷ്ടമായിട്ടാണ്. ഇടുമ്പോൾ ആ ഒരു കംഫേർട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് കുറേ പേര് പറഞ്ഞു ടോണിക്കിൻ്റെ സ്മെല്ലാണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് നല്ലൊരു സ്മെല്ലാണ് തോന്നിയത്. എനിക്ക് എന്തോ ഒരു മിഠായിയുടെ സ്മെല്ല് അങ്ങനെ എന്തോ ആണ് തോന്നിയത്. എനിക്ക് ഈ ഷെയ്ഡ് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഡെയിലി യൂസിന് പറ്റിയൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല ഇഷ്ടമായി. ഇനി നമുക്കിത് സ്മഡ്ജ് പ്രൂഫ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് ലിപ്സ്റ്റിക്ക് ഇട്ട വഴിക്ക് തന്നെ സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് നോക്കിയപ്പോൾ അല്ല. ഇത് ഇനി ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫാൻ്റെ ചോട്ടിലിരുന്ന് വെയിറ്റ് ചെയ്തു. ഞാനത് കുറച്ച് പോയ കാരണം റീഅപ്ലൈ ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഇത് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്മഡ്ജ് പ്രൂഫ് ആയോ എന്ന് നോക്കാം. ഇപ്പോഴും ഇത്തിരി ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ഫാൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് ഇതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്മഡ്ജ് പ്രൂഫായി കിട്ടും. അപ്പോൾ ഇത് സെറ്റാണ് ഗൈസ്. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുന്നതാണ് കാണുന്നത്. ആ സമയത്തും ലിപ്സ്റ്റിക് ഷെയ്ഡ് പോയിട്ടില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടും അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.